തന്റെ സ്വന്തം രാജ്യവും 2 പതിറ്റാണ്ടോളം താൻ കളിച്ച രാജ്യവും തമ്മിൽ നേർക്കുനേർ വരാൻ പോവുകയാണ്. ദ ഡ്രീം വിത്ത് ഇമോഷണൽ ഫൈനൽ. 2000-ലാണ് തന്റെ 13-ാമത്തെ വയസ്സിൽ സ്പെയിനിലെത്തി ലാമാസിയിലൂടെ ബാർസലോണ എന്ന ക്ലബിന് പന്ത് തട്ടിക്കൊണ്ടാണ് ലിയണൽ മെസ്സിയുടെ തുടക്കം. 2021-ൽ 21 വർഷങ്ങൾക്ക് ശേഷം അയാൾ ബാർസലോണ വിട്ട് പടിയിറങ്ങുമ്പോൾ ഒരു സാമ്രാജ്യം തന്നെ അയാൾ അവിടെ പടുത്തുയർത്തിയിരുന്നു. ബാർസലോണയിലെ റെക്കോർഡുകൾ പലതും തന്റെ പേരിലാക്കി ഒരു ജനതയിലേക്ക് ഫുട്ബോൾ എന്ന വികാരത്തെ ഇഞ്ചക്ട് ചെയ്ത് പലരെയും ഫുട്ബോളിലേക്ക് പ്രേരിപ്പിച്ച് ഒരു ജനതയെ തന്നെ അയാളിലൂടെ ഉദയം കൊണ്ടിട്ടായിരുന്നു ലിയണൽ മെസ്സിയുടെ പടിയിറക്കം. അന്ന് തങ്ങളുടെ ഐഡലിന്റെ കളി കണ്ടു വളർന്ന ഒരു പറ്റം യുവനിരയാണ് ഇന്ന് സ്പെയിനു വേണ്ടി അർജന്റീനക്കെതിരെ ലിയണൽ മെസ്സിക്കെതിരെ ഇന്ന് വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നത്. സ്പാനിഷ് ലൈഫിനോടും കൾച്ചറിനോടും ലാംഗ്വേജിനോടും ഒക്കെ ഏകിച്ചേർന്നവൻ 2005-ൽ സ്പാനിഷ് പൗരത്വം സ്വീകരിച്ചതും അർജന്റീനയോളം പ്രിയപ്പെട്ടതാണ് സ്പെയിൻ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സ്പെയിൻ നാഷണൽ ടീമിലേക്കുള്ള വിളി അദ്ദേഹത്തെ തേടിയെത്തിയപ്പോഴും സന്തോഷത്തോടെ അത് നിരസിച്ചതും സ്പെയിനുമായുള്ള ആ ഒരു ആത്മബന്ധത്തിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ടീം വിട്ടിട്ട് കാലം ഇത്രയായിട്ടും ഇപ്പോഴും ബാർസലോണയുടെ കളി കാണുന്ന, ബാർസലോണയെ പറ്റി പറയുമ്പോൾ സന്തോഷിക്കുന്ന, കണ്ണു നിറയുന്ന ഈ മനുഷ്യൻ എങ്ങനെയായിരിക്കും സ്പെയിനെതിരെ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ കളിക്കാൻ പോകുന്നുണ്ടാവുക? സ്പെയിൻ vs അർജന്റീന. ആ മത്സരത്തിൽ ആര് തന്നെ വിജയിച്ചാലും അവിടെ വിജയിക്കാൻ പോകുന്നത് ലാമാസിയ എന്ന അക്കാദമി കൂടിയാണ്. ലിയണൽ മെസ്സിയും കുബാർസിയും യമാലും തുടങ്ങിയ ഒട്ടനവധി ഇതിഹാസങ്ങൾക്ക് ജന്മം നൽകിയ ആ ടാലന്റ് ഫാക്ടറി കൂടിയാണ്. 2007-ൽ എടുത്തൊരു ഫോട്ടോ അന്ന് ആരും അറിഞ്ഞില്ലായിരുന്നു. ഏതൊരു കുഞ്ഞിനെ വെച്ച് ലിയണൽ മെസ്സിയുമായി ഒരു ഫോട്ടോ എടുക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം യമാലിന്റെ ഫാദർ ആ ഫോട്ടോ പുറത്തുവിടുന്നു. ആ ഫോട്ടോ കണ്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി. 2007-ൽ ബാർസലോണയും യൂണികഫും ചേർന്ന് നടത്തിയ ചാരിറ്റബിൾ കലണ്ടർ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. എത്രയോ കുട്ടികൾ പങ്കെടുക്കുന്നതിൽ എങ്ങനെയാണ് മെസ്സിയും യമാലും ആ ഫോട്ടോയിൽ ഭാഗമായത്? അതിന് പ്രധാന കാരണം മെസ്സിയുമായിട്ടുള്ള ആ ഫോട്ടോഷൂട്ടിന് ഭാഗമായത് ഒരു നറുക്കെടുപ്പിലൂടെയായിരുന്നു. ആ നറുക്കെടുപ്പ് വിജയിച്ചാണ് യമാലിന്റെ കുടുംബത്തിന് യമാലുമായി മെസ്സിയുമായി ആ ഫോട്ടോ എടുക്കാൻ അവർക്ക് ഭാഗ്യം ലഭിക്കുന്നത്. ഇപ്പോൾ ഇതാ അന്ന് ഫോട്ടോ എടുത്ത 20-കാരന് കൂടെ ഇപ്പോൾ 19-ാമത്തെ വയസ്സിൽ യമാൽ വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നു. മറ്റൊരു പ്രത്യേകത ലൂയിസ് ടെലാഫിയോന്റെ vs ലിയണൽ സ്കലോണി. വർഷങ്ങൾക്ക് മുമ്പ് ലിയണൽ സ്കലോണി ലൂയിസ് ടെലാഫിയോന്റെ കീഴിൽ പരിശീലനം നേടിയ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം ആശാനും ശിഷ്യനും നേർക്കുനേർ വരികയാണ്. എന്നാൽ ഇരുവരും ഏറ്റുമുട്ടാൻ പോകുന്ന സ്റ്റേഡിയം ന്യൂയോർക്ക് ന്യൂ ജേഴ്സി സ്റ്റേഡിയം, അതായത് മെറ്റ് ലൈഫ് സ്റ്റേഡിയം. 2016 കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരം ചിലിക്കെതിരെ അർജന്റീന പരാജയപ്പെടുന്നതും മത്സരത്തിൽ ലിയണൽ മെസ്സി പെനാൾട്ടി പുറത്തേക്കടിക്കുന്നതും സങ്കടം സഹിക്കവയ്യാതെ ഇന്റർനാഷണൽ കരിയറിൽ നിന്ന് മെസ്സി വിരമിക്കുന്നതും ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചാണ്. 10 വർഷങ്ങൾക്ക് ഇപ്പുറം ഇതാ അർജന്റീനയും സ്പെയിനും വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം ഇതേ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. എല്ലാ ഫൈനലുകളെ പോലെയും ഇതൊരു സാധാരണ ഫൈനലായിട്ടല്ല അറിയപ്പെടുന്നത്. ഇമോഷണലി കണക്റ്റ് ആണ് ഈ ഫൈനല്. ബാർസലോണ സ്പെയിൻ vs ലിയണൽ മെസ്സി, ലിയണൽ സ്കലോണി vs ലൂയിസ് ടെലാഫിയോന്റെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം vs ലിയണൽ മെസ്സി. എത്ര സ്കോറിന് ആരായിരിക്കും വിജയിക്കുന്നുണ്ടാവുക?